സർ, സുദർശന ചക്ര എന്ന പുതിയ പ്രതിരോധ സംവിധാനം ഇന്ത്യ വികസിപ്പിക്കാൻ പോകുന്നു എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ റഷ്യ പറഞ്ഞിരുന്നു ആ പ്രതിരോധ സംവിധാനത്തിന്റെ നിർമ്മാണത്തിൽ തങ്ങളെയും കൂടെ പങ്കാളികളാക്കണം, അല്ലെങ്കിൽ റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ അത്തരത്തിലുള്ളവയെ കൂടി ഉപയോഗിക്കണം എന്നൊക്കെ. അപ്പോൾ ഇന്ത്യ ഏത് തരത്തിലായിരിക്കും തീരുമാനമെടുക്കുക? ഇന്ത്യയുടെ ഈ വരാൻ പോകുന്ന സുദർശന ചക്ര എന്ന പ്രതിരോധ സംവിധാനത്തെ കുറിച്ച് എങ്ങനെ വിലയിരുത്താം? ആഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പുതിയ ലോകത്തിനെ താഡ് സംവിധാനം അല്ലെങ്കിൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തെയും ഇന്ന് ലോകത്തുടനീളമുള്ള മറ്റ് പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ മറികടക്കുന്ന പ്രതിരോധ സംവിധാനവുമായിട്ട് ഇന്ത്യ ഇറങ്ങുന്നു. അതിന്റെ പണിപ്പുരയിലാണ്. അത് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. അതിന്റെ പേര് സുദർശന ചക്ര, മിഷൻ സുദർശന ചക്ര എന്നാണ്. അപ്പൊ ഇന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അതിനകത്ത് റഷ്യൻ ഉപസ്ഥാനപതി ആയിട്ടുള്ള റൊമൻ, അദ്ദേഹത്തിന്റെ പേര് റൊമൻ എന്നാണ്. റൊമൻ അവരെയും കൂടെ ഇതിനകത്ത് പങ്കാളിയാക്കണം. റഷ്യയുടെ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കും എന്നാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്, ഞങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് അത്തരത്തിൽ റഷ്യയുടെ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ആവശ്യം ഇന്ത്യ അറിയിച്ചിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഈ ഒരു സുദർശന ചക്ര അല്ലെങ്കിൽ അത്തരത്തിലൊരു മിഷൻ പ്രതിരോധ സംവിധാനം അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇതുവരെയുള്ള നീക്കങ്ങൾ, നമ്മളുടെ ആയുധങ്ങൾ, നമ്മളെ പ്രതിരോധ സംവിധാനങ്ങൾ, സിന്ധുവിന് ശേഷം ലോകത്ത് ആ ആയുധങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും ഒക്കെ വലിയ വലിപ്പത്തിൽ ഈ പറയുന്ന പ്രചാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പുതുതായിട്ട് വരുന്നതും അല്ലെങ്കിൽ നമ്മളിപ്പോ പരീക്ഷിക്കുന്നതുമായിട്ടുള്ള ആയുധങ്ങളായാലും പ്രതിരോധ സംവിധാനങ്ങളായാലും ഡ്രോണുകളായാലും ഏറ്റവും ചെറിയ ഇതുപോലെ ഉപകരണങ്ങളായാൽ പോലും അതിനകത്ത് ലോകത്തിന് ഒരു വിശ്വാസ്യതയുണ്ട്. അല്ലെങ്കിൽ ലോകത്തിന് ഈ പറയുന്ന ഇതൊരു ടാർഗറ്റിലേക്ക് പോയാൽ അതിന്റെ ആക്യുറസി, വിശ്വാസ്യത, വിലക്കുറവ്, അല്ലെങ്കിൽ അത് പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നതായിരിക്കും മറ്റു പല രാജ്യങ്ങൾ ചൈനയെ അപേക്ഷിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ചും ഒക്കെ നോക്കുമ്പോൾ സർവീസിന്റെ കാര്യത്തിലായാലും മറ്റു പല കാര്യത്തിലായാലും ഇന്ത്യയുമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപകരണങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വരുമ്പോൾ സുതാര്യമായും വിശ്വസിക്കാൻ പറ്റുന്നതും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടും ഒക്കെ ഉള്ളതായിരിക്കും. ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിന്റെ കൂട്ടം തന്നെ ഈ കാര്യവും അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമായിരിക്കും അത് വികസിപ്പിക്കാൻ പോകുന്നു. അത് വികസിപ്പിക്കുമ്പോൾ അതിന്റെ ഭാഗമാകാൻ റഷ്യ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ റഷ്യക്ക് കിട്ടുന്ന ഒരു ഹൈപ്പ്, നമ്മൾ രണ്ടുപേരും കൂടി ആണെന്ന് പറയുമ്പോൾ റഷ്യ ഈ പറയുന്ന ആയുധ നിർമ്മാണ രംഗത്ത് ഏറ്റവും വലിയ വലിപ്പത്തിലുള്ള രാജ്യമാണ്. ഇപ്പൊ യുദ്ധം നടക്കുന്നതുകൊണ്ട് മാത്രം അല്പം കുറവ് അല്ലെങ്കിൽ അതിനകത്ത് ആയുധ നിർമ്മാണത്തിന് വേണ്ടി സാധ്യമല്ലാതെ നിൽക്കുന്നു. റഷ്യയുടെ ഏതാണ്ട് 30% ആയുധങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. റഷ്യയിലെ പല ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള പല മിസൈലുകളും റഷ്യൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പം S-400 എന്ന് പറയുന്ന ഈ പറയുന്ന പ്രതിരോധ സംവിധാനം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അതിനെ നമ്മൾ സോഴ്സ് കോഡ് ഉപയോഗിച്ച് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വികസിപ്പിച്ചെടുത്തപ്പോൾ അതിനും കൊടുത്തിരുന്ന പേര് ഈ പറയുന്നത് പോലെ സുദർശന ചക്ര എന്നാണ്. S-400 സുദർശന ചക്രയായി അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് കോഡ് ഉപയോഗിച്ച് നമ്മൾക്ക് അതിനകത്ത് കയറി ചില മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ഈ പറഞ്ഞ PL-15 മിസൈലും അല്ലെങ്കിൽ മറ്റ് ഡ്രോണുകളും മറ്റ് എല്ലാ സംവിധാനങ്ങളും ഒക്കെ നോക്കിണക്കെ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ സാധിച്ചിട്ട് ഏറ്റവും അവസാനം F-35 എന്ന് ഫ്രാൻസിൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്നാണ് തോന്നുന്നത്, ജർമ്മനിയിൽ നിന്ന് വന്ന വിമാനം ഇവിടെ അതിര് കിടന്നപ്പോൾ നമ്മൾ പിടിച്ചുവിടെ വെച്ചു. അതിനകത്ത് പല വാർത്തകളുണ്ട്. ഏതായാലും പ്രതിരോധ സംവിധാനം അത്ര വലിപ്പത്തിലാണ്. ഒരുപക്ഷെ യുക്രൈൻ റഷ്യ യുദ്ധ സമയത്ത് S-400 തടയാൻ പറ്റാത്ത സംവിധാനം ഉള്ളപ്പോൾ ആ S-400 നമ്മുടെ വന്നപ്പോൾ നമ്മൾ അതിനകത്ത് സോഴ്സ് കോഡ് കൂടി തന്നപ്പോൾ നമ്മൾ അതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തിയപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന പ്രതിരോധ സംവിധാനമാകുന്നു. അപ്പൊ ഡ്രോൺ അല്ലെങ്കിൽ D4 ഡ്രോൺ പ്രതിരോധ സംവിധാനം അത് അതിനെക്കാട്ടി അല്ലെങ്കിൽ മറ്റ് പല പ്രതിരോധ സംവിധാനങ്ങളിലൊക്കെ നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തുകൊണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇപ്പം ഇത് ഈ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പ്രദേശം, അതിനകത്ത് റഷ്യ പലതിനും നമ്മൾ പങ്കാളിയാണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ
സ്വന്തമായിട്ട് ഇന്ത്യ മാത്രം വികസിപ്പിച്ചെടുക്കുന്ന ഒരു സാങ്കേതിക വിദ്യയും അത്തരത്തിൽ ഇന്ത്യ ആ സാങ്കേതിക വിദ്യ ലോകത്ത് ഏറ്റവും മികച്ചതായിട്ടുള്ള രീതിയിലേക്ക് വരുമ്പോൾ അതിന്റെ പേര് ഒരുപക്ഷെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തായിട്ടുള്ള പല സാങ്കേതിക വിദ്യകളും നമ്മൾക്ക് റഷ്യയുടെ ഈ പറയുന്ന Su-57 എന്ന് പറയുന്ന 5ാം തലമുറ വിമാനം തരുമ്പോൾ മറ്റു രാജ്യങ്ങൾ തരാത്ത സാങ്കേതിക വിദ്യ F-35 എന്ന സാങ്കേതിക വിദ്യ തരത്തില്ല, പക്ഷെ അത് തരാമെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. റഷ്യ വിമാനങ്ങൾ എന്ത് മേടിച്ചാലും നമുക്ക് അവർ സാങ്കേതിക വിദ്യ തരുന്നുണ്ട്. അപ്പം അവരെ കൂടി പങ്കാളി ആക്കണമെന്നാണ് പറയുന്നത്. അപ്പം അതിനൊരുപക്ഷെ ഇന്ത്യ തയ്യാറാകുമോ എന്നറിയത്തില്ല. കാരണം ഇന്ത്യ മാത്രം വികസിപ്പിച്ചെടുക്കുന്ന ഒരു ഏറ്റവും ലോകത്തെ എല്ലാത്തിനെയും മറികടക്കുന്ന പ്രതിരോധ സംവിധാനം അത് ഇന്ത്യക്ക് മാത്രം ആയിരിക്കണം അതിന്റെ പേര്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം ഇന്ത്യ അതിന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഗസ്റ്റ് 15-ാം തീയതി ഇത്തരത്തിൽ ഒരു പ്രചാരണം, അല്ലെങ്കിൽ ലോകത്തുടനീളം ഇത്തരത്തിലൊരു കേൾക്കത്തക്ക ഒരു പ്രസ്താവന, അല്ലെങ്കിൽ അതിന്റെ പേര് ഈ പറഞ്ഞ അതുപോലെ സുദർശന ചക്ര മിഷൻ, പുതിയ പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി അനൗൺസ് ചെയ്ത്, അപ്പം അതിനകത്ത് പല പങ്കാളികൾ ഉണ്ടാകുന്നു. അതിനകത്ത് ആദ്യമായിട്ട് പങ്കുചേരണം, അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞാൽ അവരെ ഉൾപ്പെടുത്തുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ട് ഒരുപക്ഷെ അവരുടെ ഉപകരണങ്ങൾ, അവരുടെ പങ്കാളിത്തം കൂടി ഉണ്ടാവണം എന്ന് അവർ അപേക്ഷിച്ചിട്ട് ഉപസ്ഥാനപതിയാണ് പറഞ്ഞിട്ടുള്ളത്. റഷ്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പറച്ചിലാണത്. അത്തരത്തിൽ ഇന്ത്യ മൂളിയിട്ടില്ല. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് പലതിനും ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്ന് പോകുന്നതിന് വേണ്ടി ലോകത്തെ പല പ്രമുഖ രാജ്യങ്ങളും മത്സരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ റഷ്യയുടെ വരവും. അത്തരത്തിൽ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന പ്രതിരോധ സംവിധാനം ലോകത്തെ ഞെട്ടിക്കുന്നതാകും എന്നുള്ള രീതിയിൽ റഷ്യക്കും, ഒരുപക്ഷെ വെളിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേ ആവർത്തിച്ച് പറഞ്ഞതുപോലെ അതിന്റെ പങ്കാളിത്തത്തിന് ആളുണ്ടാകുന്നത്. ഇത് ഞങ്ങളുടേതും കൂടി ആണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ രാജ്യത്തിന് കൂടി ഈ പറയുന്ന രാജ്യങ്ങൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഈ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ലോക വിപണിയിൽ ഒക്കെ കൂടുതൽ വലിപ്പത്തിൽ, റഷ്യയുടെ ആയുധങ്ങളും കൂടെയാണ് റഷ്യയുടെ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. 30% ഇന്ത്യ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ റഷ്യയുടെ സാങ്കേതിക വിദ്യ അവർ പരസ്പരം ചേർന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ റഷ്യയുടെ ഭാഗത്തു നിന്ന് മേടിച്ചാലും കുഴപ്പമില്ല, അതും നല്ലതായിരിക്കും. ആ രീതിയിലേക്കുള്ള ഒരു പേരും സംവിധാനവും ഒക്കെ വരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണ് നടക്കുന്നത്. ഏതായാലും ഇതൊരു വലിയ നാഴികക്കല്ല് തന്നെയായിരിക്കും. മറ്റ് പലതിന്റെയും കൂട്ട് തന്നെ ഈ പ്രതിരോധ സംവിധാനം ഇന്ത്യ ലോകത്തെ ഞെട്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ ആഗസ്റ്റ് 15-ന് ലോകത്തോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പം റഷ്യ ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ ഇന്ത്യ അനുവദിക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ ഇന്ത്യക്കകത്ത് ഈ പല ആയുധങ്ങളും ഒരുപക്ഷെ നിർമ്മിക്കുന്നതിനകത്ത് പല സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് തന്ന് ഇന്ത്യയുടെ കൂടെ നിന്ന് ആയുധ നിർമ്മാണത്തിന് ആഗ്രഹിക്കുന്ന രാജ്യമായിട്ട് റഷ്യ വന്നിട്ടുണ്ട്. കാരണം റഷ്യക്ക് ഈ പറ്റുന്ന പോലെ പഴയതുപോലെ ആയുധ നിർമ്മാണ രംഗത്ത് നിൽക്കാൻ സാധിക്കുന്നു. കാരണം യുക്രൈൻ റഷ്യ യുദ്ധം ഒരുപക്ഷെ ഏതാണ്ട് കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ കുറച്ചു നാളത്തെ റിപ്പോർട്ട് അനുസരിച്ച് 80% അല്ലെങ്കിൽ റഷ്യയുടെ മാത്രം ആയുധ വിൽപ്പനയ്ക്കകത്ത് ഏതാണ്ട് 82% കുറവ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആയുധം നിർമ്മിക്കുന്നതിന് വേണ്ടി അവർക്ക് സാധിക്കാതെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനത്തരത്തിലുള്ള ഒരു പണം അവർക്ക് ഇല്ലാതെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് ആ കഴിയാതെ വരുന്നിടത്ത് ഇന്ത്യ പങ്കാളിത്തത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തത്തിൽ ഇന്ത്യക്കകത്ത് വന്ന്, അല്ലെങ്കിൽ അവരുടെ സാങ്കേതിക വിദ്യ പലതും തന്ന് ഇന്ത്യക്കകത്ത് നിന്നിട്ട് ഒന്നിച്ച് ഒരുപക്ഷെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനും ആ ആയുധങ്ങൾ ലോകത്ത് വിൽക്കുമ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യമായതുകൊണ്ട് ആ ആയുധ വിൽപ്പനയ്ക്കകത്ത് അവരുണ്ടാക്കുന്ന കരാർ, അല്ലെങ്കിൽ അത്തരത്തിൽ ആയുധം വിൽക്കുമ്പോൾ ഒരു കരാർ ഉണ്ടാക്കുകയും ആ കരാറിൽ കൂടിയുള്ള പണം കൃത്യമായിട്ട് റഷ്യക്ക് കിട്ടുമൊക്കെ ഉള്ള ഒരു വിശ്വാസം മറ്റു പല രാജ്യങ്ങൾക്കുപരി ഇന്ത്യയുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് തരുന്ന ആയുധങ്ങൾക്ക് S-400 ഇന്ത്യക്ക് തന്നപ്പോൾ അവർ സോഴ്സ് കോഡ് തന്നു. അതേ S-400 ചൈനയ്ക്ക് സോഴ്സ് കോഡ് കൊടുത്തില്ല. ആ സോഴ്സ് കോഡ് തന്നുകൊണ്ടാണ് നമുക്കത് അതിനകത്ത് കയറി അത് വികസിപ്പിച്ച് സുദർശനചക്ര ഉണ്ടാക്കാൻ പറ്റിയത്. പക്ഷെ ഇത് ചൈനയ്ക്ക് കൊടുത്തില്ല, തുർക്കിക്ക് കൊടുത്തില്ല. അപ്പൊ നമുക്കിപ്പോ പുതിയ വിമാനം നമ്മൾ വാങ്ങിച്ചിട്ടില്ല, Su-57 ആണെന്ന് തോന്നുന്നു അതിന്റെ നമ്പർ. അത് 5ാം തലമുറ വിമാനം തരുമ്പോൾ അതിന്റെ സോഴ്സ് കോഡ് തരാമെന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ അവർ സോഴ്സ് കോഡ് തന്നില്ലെങ്കിൽ അവർ പറയുന്ന മിസൈലുകളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സോഴ്സ് കോഡ് ഉണ്ടെങ്കിൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന നമ്മൾക്ക് ആവശ്യമായുള്ള മിസൈലുകളൊക്കെ ഘടിപ്പിച്ച് ആ വിമാനം ഒരുപക്ഷെ യുദ്ധത്തിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതേ രീതിയിലൊക്കെ പോകുമ്പോൾ
സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ മാത്രമായിട്ട് സാങ്കേതിക തലത്തിൽ നിർമ്മിക്കാൻ പോകുന്നതിന് അകത്തുകൂടി റഷ്യക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു വലിയ വലിപ്പത്തിലുള്ള സാധനമാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് റഷ്യക്ക് കൂടെ പങ്കാളിത്തം വന്ന് റഷ്യ ഒരുപക്ഷെ ഇന്ത്യയുടെ കൂടെ അതിനകത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പേര് ഉദ്ദേശിക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും ഇന്ത്യ മറുപടി പറഞ്ഞിട്ടില്ല. ഇന്ത്യക്ക് റഷ്യയുടെ കൂട്ടി അത്തരത്തിൽ പോകുന്നതിന് താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയൊന്നുമില്ല. പക്ഷെ ഇത്തരത്തിൽ ഒരു വലിയ അമേരിക്കയെ പോലും വെല്ലുന്ന മറികടക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ മാത്രമാകുന്നതിന് വേണ്ടി നിർബന്ധം പിടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും അത്തരത്തിലുള്ള ഒരു രാജ്യമൊക്കെയാണ് നമ്മൾ. ആ കാര്യത്തിനകത്ത് മാത്രമേ തർക്കമുള്ളൂ. അല്ലെങ്കിൽ റഷ്യയെ പങ്കാളിത്തത്തോടു കൂടി തന്നെ നിർമ്മിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു താല്പര്യം റഷ്യ കൊണ്ടുവന്നാൽ അത് ഉപേക്ഷിച്ചു പോകുന്ന ഒരു അവസ്ഥയില്ല. കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ഇന്ത്യയും റഷ്യയും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏതൊരാവശ്യം വന്നാലും റഷ്യ ഉണ്ടായിരുന്നു. ഇപ്പോൾ റഷ്യക്ക് ഏറ്റവും വലിയ വലിപ്പത്തിൽ ആവശ്യം വന്നപ്പോൾ ആരുടെ തിട്ടൂരവും മറികടന്ന് റഷ്യയുടെ കൂടെ നിൽക്കുന്ന ഒരു ഇന്ത്യയുമാണ് നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.